ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ അടുക്കള പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിയത്തിയുടെ വീട്ടിൽ നിന്ന് പൈനാപ്പിൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ അപ്പച്ചൻ ഒരു ചാക്ക് നിറച്ച് പൈനാപ്പിൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, പച്ചയും പഴുത്തതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് മൂത്ത് പഴുത്ത 2 ഞാൻ നോക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് തൊലി കളഞ്ഞ് നീറ്റാക്കി വൃത്തിയാക്കി എടുക്കാം. ഈ പൈനാപ്പിൾ എങ്ങനെയാണ് തൊലി കളഞ്ഞ് നീറ്റാക്കി നിങ്ങൾ എടുക്കാറ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്താണ് കേട്ടോ ഞാൻ ശരിക്കും പൈനാപ്പിൾ ഒന്ന് ക്ലീൻ ചെയ്ത് ആ തൊലിയൊക്കെ കളഞ്ഞ് നീറ്റാക്കാനായിട്ട് പഠിച്ചിട്ടുള്ളത് തന്നെ. ഇവിടെ എൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ചേച്ചി പറയുന്നത്, സാധാരണ ഈ പൈനാപ്പിളിൻ്റെ പുറമെയാണ് നമ്മളിത് വളരാനുള്ള ആ ഒരു വളമൊക്കെ അടിച്ചു കൊടുക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെ കണ്ടിട്ട് നമുക്ക് തോന്നില്ല. ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ബ്രൗൺ കളറിലുള്ള ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ള നിറത്തിലുള്ള നിറയെ പൊടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ തൊലി ചെത്തുമ്പോൾ ഈ ഗ്യാപ്പുകളിൽ നിന്നൊക്കെ പ്രാണികൾ വരുന്നത് കാണാം. അവിടെ വീട്ടിൽ ഞങ്ങൾ പൈനാപ്പിൾ വാങ്ങിയപ്പോൾ ആ ഒരു പൈനാപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ വെള്ളപ്പൊടികളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാം. ശരിക്കും അത് നന്നാക്കി എടുക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ്, കുറച്ച് അതിൻ്റെ ആ ഒരു മാംസ സംഭവങ്ങൾ പോയാലും വേണ്ടില്ല, ഈ ഒരു ഗ്യാപ്പും കൂടിയും കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഇതേപോലെ ഈ ഒരു ഡോട്ടുകൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചത് മേമയുടെ മോൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. അവൻ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് തുടക്കത്തിൽ നമുക്ക് കുറച്ച് കൈവഴക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ പോകെ പോകെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തൊലി കളഞ്ഞ് സെറ്റാക്കിയിട്ട് വരാം. ഈ തൊലി കളയലും ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഡോട്ടുകളൊക്കെ കളയലാണ് കുറച്ച് പണിയുടെ ആ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി ഭാഗം പിള്ളേർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. ഇതിങ്ങനെ ക്രോസ് ആക്കി പോലെ ചെത്തിയപ്പോൾ ഏതാണ്ട് നല്ലൊരു ഡിസൈൻ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നുറുക്കിയെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കുക. ഞാൻ സാധാരണ കട്ടിംഗ് ബോർഡൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, വളരെ കുറവാണ്. പിന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കട്ടിംഗ് ബോർഡൊക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ട്. കട്ടിംഗ് ബോർഡൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കോലം കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്യരുത്. പഴയ ഒരു കട്ടിംഗ് ബോർഡാണ്. അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലും അതിൻ്റെ കറകളൊക്കെ പോകാനായിട്ട് പണിയാണ്. ഇനി കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. ഇനി ഇതിലെ കറകളൊക്കെ കളയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എല്ലാം നുറുക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ വെള്ളം ഒന്ന് ഒഴിക്കാതെ നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് അരിച്ചെടുക്കൊന്നും വേണ്ട, ആ ഒരു നാരുകളോട് കൂടി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ഒരു തള വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പൈനാപ്പിൾ ജാമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ വീഡിയോസ് ഇതേപോലെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊക്കെ പറയുന്നത് പൈനാപ്പിൾ നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് കപ്പിൽ അളന്നിട്ട് എത്ര കപ്പാണോ കിട്ടുന്നത് അത്രയും കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പൈനാപ്പിൾ അരച്ചെടുത്തിട്ട് അളവൊന്നും നോക്കിയിട്ടില്ല. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 കറുവപ്പട്ടയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും, പകുതി ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചിട്ടുണ്ട്. ഈ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നത് ഇത് നല്ലതുപോലെ കട്ടയായി പോവാതിരിക്കാനാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനൊരു 5 സ്പൂണും കൂടി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ പോലെ ഒരുപാട് എമൗണ്ട് ഒന്നും ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനാണല്ലോ, അപ്പോൾ പിള്ളേർക്കും കൂടി കൊടുക്കണതല്ലേ. ഒരുപാട് പഞ്ചസാര ആയി കഴിഞ്ഞാൽ അതും ഒരു പ്രോബ്ലം ആണ്. ഇപ്പം തന്നെ അത്യാവശ്യത്തിന് പഞ്ചസാര ആയിട്ടുണ്ട്. അപ്പോൾ ആകെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയും 5 ടീസ്പൂൺ എക്സ്ട്രാ കൂടി ചേർത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, ആ മധുരം പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് ഒന്നും കൂടി കുറുകി നമുക്ക് ബ്രെഡിലൊക്കെ തേക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിനായി മാറും. ഇനി ഇതിൽ തന്നെ നമ്മളുടെ ആ ഒരു കറുവപ്പട്ടയുടെ കഷ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് മാറ്റാം. എൻ്റെ ഇതിൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൈനാപ്പിളിൻ്റെ കുഞ്ഞ് പീസുകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ അവസാനം ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു 3-4 മണിക്കൂർ മാറ്റി വെക്കാം. എനിക്ക് ആദ്യം കുറച്ച് ലൂസ് പോലെ തോന്നിയിട്ട് ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റോളം വീണ്ടും തിളപ്പിച്ചിട്ടാണ് ഈ ഓഫ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് നിന്നിട്ടില്ല. അങ്ങനെ നമ്മളുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണവൊക്കെ വിട്ടതിന് ശേഷം ഞാനത് കുപ്പിയിലാക്കി പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ട് കാണിക്കുന്നത്. തലേ ദിവസത്തെ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പിന്നെ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അതൊഴിക്കാനായിട്ട് കറക്റ്റ് ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ജാമിൻ്റെ കുപ്പി തന്നെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഒന്ന് നോക്കിയാലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ആ ഒരു ജാമിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ കിട്ടുന്ന സമയമൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, അതിൻ്റെ ആ ടെക്സ്ചറൊക്കെ ശരിക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് ബ്രെഡിലൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി സ്മൂത്തായിട്ട് തേക്കാനും അടിപൊളി
അടിപൊളിയായിരിക്കും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ചെറുതായിട്ട് ജാമൊക്കെ ഒന്ന് തേച്ച് ചപ്പാത്തി ആയാലും ബ്രെഡ് ആയാലും ദോശയായാലും ഒക്കെ ഒന്ന് തേച്ച് കഴിക്കാനേ. പിന്നെ പിള്ളേർക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ എമൗണ്ട് പൈനാപ്പിൾ അരച്ചിട്ട് എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് അത്രയും എമൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാതെ തന്നെ ഇതേപോലെ റിസൾട്ട് കിട്ടിയിട്ടോ. അപ്പോൾ അടിപൊളി ജാമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.